Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. പ്ലസ് ടുവിലെ 4th ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഡിറ്റർമിനൻസ്. ഇത് മെട്രിസസുമായിട്ട് ഈ ചാപ്റ്റർ കണക്റ്റഡ് ആണ്. അതായത് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അതായത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് യുണീക്കായിട്ട് എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഡിറ്റർമിനൻറ്റ് ടു എവറി സ്ക്വയർ മെട്രിക്സ് എ, മെട്രിക്സിനെ നമ്മൾ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എ ഐ ജെ ഓഫ് ഓർഡർ എൻ വി ക്യാൻ അസോസിയേറ്റ് എ നമ്പർ. ആ നമ്പർ എന്ന് പറയുന്നത് റിയലോ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറോ ആവാം. കോൾഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദ സ്ക്വയർ മെട്രിക്സ് എ, വെയർ എ ഐ ജെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ, ഐ ജെത്ത് എലമെൻറ്റ് ഓഫ് എ. അപ്പം ഓരോ സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അത് റിയലോ കോംപ്ലക്സോ ആവാം. ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിറ്റർമിനൻസിനെ നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷനായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോഴേക്കും എയിലെ എല്ലാ എലമെൻസിനും ബിയിൽ യുണീക്കായിട്ട് ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ അതുപോലെ എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ ഡിറ്റർമിനൻറ്റ് ഫംഗ്ഷനാണ്. എം എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് സ്ക്വയർ മെട്രിസസ്. അതിൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കെയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഫ്രം എം ടു കെ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്ന എഫ് ഓഫ് എ ഈക്വൽ ടു കെ. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് യുണീക്കായിട്ട് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റർമിനൻറ്റിനെ എന്തായിട്ടും പറയാം, ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് മെട്രിക്സ് എ ബി സി ഡി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് മെട്രിക്സിലെ എലമെൻറ്റ്സ് എഴുതുന്നതെങ്കിൽ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് സിമ്പിൾ ഇല്ലേ അതിട്ടിട്ട്, ഇത് വായിക്കുന്നത് മോഡ് എ എന്നല്ല, ഡിറ്റർമിനൻറ്റ് എ. ഡിറ്റർമിനൻറ്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി, അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് DET ഓഫ് എ. കോമൺലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും കേട്ടോ. ഈ മോഡുലസ് സിമ്പിളിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതുന്ന പോലെയാണ് അത് വായിക്കുന്നത്, ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു സ്ക്വയർ മെട്രിസസിന് മാത്രമേ ഉള്ളൂ ഡിറ്റർമിനൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് 1/1 എന്ന് പറഞ്ഞാൽ സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 2/2 3/3 4/4 അങ്ങനെയുള്ള മെട്രിസസിന് മാത്രമേ നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി ഓരോ 1/1 2/2 മെട്രിസസിൻ്റെയൊക്കെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം 1/1 മെട്രിക്സ്. ഞാനൊരു ജനറൽ മെട്രിക്സ് ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. മെട്രിക്സ് എ ഒറ്റൊരു എലമെൻറ്റേ ഉള്ളൂ. ഇതൊരു 1/1 മെട്രിക്സ് ആണ്, എ എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എ ഇസ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. അതായത് ഡിറ്റർമിനൻറ്റ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിറ്റർമിനൻറ്റ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. സിംഗിൾ എലമെൻറ്റേ ഉള്ളെങ്കിൽ ആ വാല്യൂ തന്നെയായിരിക്കും ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ, 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ് എ ഇസ് ഈക്വൽ ടു, ഞാൻ ജനറലായിട്ട് എ ബി സി ഡി ഒരു 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഓർഡർ 2/2 ആണ്. 2 റോസും 2 കോളംസും ആണ് ഇതിനുള്ളത്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇല്ലേ, എ ഡി മൈനസ് ബി സി, ഇത് വാല്യൂസ് വരുമ്പോഴേക്കും അങ്ങനെ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് എ എന്ന് പറയുന്നത് ഇപ്പോൾ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 1 × 4 മൈനസ് 3 × 2, 1 × 4 മൈനസ് 3 × 2, 1 × 4 4, 3 × 2 6, so 4 minus 6, so the answer is -2. ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ഒക്കെ ആവാം കേട്ടോ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. അടുത്തത് ഇനി 3/3 മെട്രിക്സിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. 3/3 മെട്രിക്സ് ഇവിടെ ഞാനും അതും ഒരു ജനറലായിട്ട് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നൊരു മെട്രിക്സിനെ ഇങ്ങനെ ഞാൻ എഴുതുക. നമ്മൾ A11 അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറില്ലേ, അതുപോലെ ഞാൻ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിനെ എങ്ങനെ എഴുതണ്ടേ, A11 A12 A13. ഇത് മീൻ ചെയ്യുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇതിൻ്റെ പൊസിഷനിങ് ഫസ്റ്റത്തെ നമ്പർ റോയെ മീൻ ചെയ്യുന്നതാണ്, സെക്കൻഡ് നമ്പർ കോളത്തിനെയും. ദെൻ സെക്കൻഡ് കോളം വരുമ്പോൾ, സെക്കൻഡ് റോ വരുമ്പോൾ എന്ത് വരും, A21 A22 A23
തേർഡ് റോ വരുമ്പം A31, A32, A33. ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിനെ ജനറലായിട്ട് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3x3 സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം. 1/1ഉം 2/2 ഒക്കെ ഈസി ആയിരുന്നു. 3x3 കുറച്ച് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് എലോങ് ഫസ്റ്റ് റോ വെച്ചിട്ട് വേണേൽ കണ്ടുപിടിക്കാം, സെക്കൻഡ് റോ വെച്ച് കണ്ടുപിടിക്കാം, തേർഡ് റോ, അതുപോലെ തന്നെ സിമിലർലി ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, എങ്ങനെ വേണേലും നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റോ ഞാൻ എലോങ് ഫസ്റ്റ് റോ എലോങ് R1 വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ R1 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോ എലോങ് R1 ആണ് ഞാനിപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് 1+1 ഇതിൻ്റെ സഫിക്സ് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈവൻ നമ്പർ ആകുമ്പോഴേക്കും പോസിറ്റീവാണ് വരുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. -1 the whole raised to I plus j എന്നാണ് എടുക്കുന്നത്. -1 the whole raised to I plus j into A11. എന്നിട്ട് ഇത് വരുന്ന റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഇത് A11 വരുന്ന റോ എന്ന് പറയുന്നത് ഇതാണ്, കോളം ഇങ്ങനെ ആയതുകൊണ്ട് പെൻസിൽ കൊണ്ട് ഇത് കട്ട് ചെയ്യുവാണെങ്കിൽ ഇത് തമ്മിലിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു 2x2 മെട്രിക്സ് കാണുന്നുണ്ടോ? A22, A23, A32, A33. അത് തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. നേരത്തെ 2x2 ചെയ്ത പോലെ തന്നെ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? A22 into A33 മൈനസ് A23 into A32. അതുപോലെ പ്ലസ് നെക്സ്റ്റ് ഇതിൻ്റെ ഈ ടേം എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. സോ അടുത്തത് പ്ലസ്, അടുത്ത ഇനി ഈ എലമെൻ്റ് ആണ്. നമ്മൾ എലോങ് ഫസ്റ്റ് റോ ആണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എലമെൻറ്റ്സ് വെച്ചാൽ ചെയ്യുന്നത്. അതും -1 the whole raised to I plus j എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? ഇവിടെ I plus j എന്ന് പറയുന്നത് ഇവിടെ 1+1 ആയിരുന്നു, അതുകൊണ്ട് 2 എന്ന് വരും കേട്ടോ. I plus j എന്നുള്ളത് മാറ്റി 2 എന്ന് തന്നെ എഴുതാം. ഇവിടെ 1 plus 2 that is 3 and A12 അതാണ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ദെൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? A12 ലൈ ചെയ്യുന്ന റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അപ്പം ഈ കോളവും റോ സെയിം തന്നെ. അപ്പോൾ ഇവിടെ വരുന്ന ബാക്കി എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ്, A21, A33, A23, A31. ദെൻ അത് തമ്മിൽ നമ്മൾ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. A21, A33 മൈനസ് A31 into A23. അപ്പോൾ നമ്മൾ സെക്കൻഡ് എലിമെൻറ്റിൻ്റെ കഴിഞ്ഞു. എഗെയിൻ പ്ലസ്, ഇനി A13 എന്ന് പറയുമ്പോൾ 1 + 3 4 ആണ്. അപ്പോൾ -1 the whole raised to 4 ഇൻറ്റു A13. എഗെയിൻ ഇത് ലൈ ചെയ്യുന്ന റോയും കോളവും നമ്മൾ കട്ട് ചെയ്യും. അതായത് ഇതും കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള 2x2 മെട്രിക്സ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതാ വരുന്നത് A21, A22, A31, A32. അത് തമ്മിൽ ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. A21, A32 മൈനസ് A31, A22. ഇതിനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതാണോ ആൻസർ അതാണ് ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത്. ഏത് കേസിൽ? 3x3 മെട്രിക്സിൻ്റെ കേസിൽ. ഇപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് എ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ എലോങ് R1 ആണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് എലോങ് R2, R3 അല്ലെങ്കിൽ ഫസ്റ്റ് കോളം ഇതൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഈ നമ്പർ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇത് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഈ റോയും കോളം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് സൈൻ തന്നെയായിരിക്കും വരുന്നത്. ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് സൈനും വരും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ A11 ഇത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ നമ്മൾ എലോങ് ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് തന്നെ വരും. ഇനി എലോങ് സെക്കൻഡ് റോ ആണ് നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന A21 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ A21 2+1 എന്ന് പറഞ്ഞാൽ 3, അത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ സൈൻ എന്ത് വരും? നെഗറ്റീവ്. അപ്പോൾ എലോങ് സെക്കൻഡ് റോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം? അതായത് ഇവിടെ ഞാൻ എടുത്തപ്പം ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഞാൻ എലോങ് സെക്കൻഡ് റോ ആണെങ്കിൽ മൈനസ് പ്ലസ് മൈനസ് എന്ന് വരും. -2 + 2 4 ആണ്. അതുകൊണ്ട് ഈവൻ വരുന്നിടത്തൊക്കെ എപ്പോഴും പ്ലസ് സൈൻ വരും. ഇവിടെ 2 + 3 5 ആണ്, അപ്പോൾ നെഗറ്റീവ് വരും. എലോങ് തേർഡ് റോ ആണെങ്കിൽ പിന്നെ എന്തായിരിക്കും വരുന്നത്? പ്ലസ് മൈനസ് പ്ലസ് എന്ന് തന്നെ വരും. ഇതുപോലെ ഫസ്റ്റ് കോളം ആണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ്, ഈ ഓർഡർ ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ തന്നെ കോളം അനുസരിച്ചിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ. എന്തിനാണ് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞാലും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ സെക്കൻഡ് റോ ഒക്കെ വെച്ച് ചെയ്യാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇപ്പം 0 കൂടുതൽ ഒക്കർ ചെയ്യുന്ന ഏതെങ്കിലും റോയോ കോളോ ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഈസി ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് ഞാൻ എഴുതാൻ പോവുക. A is equal to 1 2 -1 2 0 0 3 4 5. ഇപ്പം ഞാനിങ്ങനെ ഒരു മെട്രിക്സ് എഴുതി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിറ്റർമിനൻ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി
ഇവിടെ ഫസ്റ്റ് റോ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 2 -1 എല്ലാം നമ്പേഴ്സാണ്. പക്ഷേ സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 2 നമ്പേഴ്സ് നമുക്ക് 0 ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒറ്റ ഒരു വാല്യൂ എഴുതിയാൽ മതി, അതിൻ്റെ ആൻസറായി. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു എങ്ങനെ സൈൻ എടുക്കേണ്ടത്, മൈനസ് പ്ലസ് മൈനസ് എന്ന് വേണം ഈ A11 ഈ എഴുതുന്ന നമ്പറിന് മുമ്പിലുള്ള സൈൻ എടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് 2 ഇൻറ്റു വരുന്ന റോയും കോളവും നമ്മൾ കട്ട് ചെയ്യുന്നത്. 2 വരുന്ന കോളം ഇതാണ്, റോ ഇതാണ്. ബാക്കി എലമെൻറ്റ്സ് വരുന്ന ഏതാ, 2 × 5 മൈനസ് ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഞാൻ കട്ട് ചെയ്യാം. ഇവിടെ ഇതുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 2 ലൈ ചെയ്യുന്ന റോയും കോളവും കട്ട് ചെയ്തു. പിന്നെ വരുന്നത് 2 - 1 4 5 ആണ്. അപ്പോൾ 2 × 5 മൈനസ് 4 × -1 ദറ്റ് ഈസ് മൈനസ് 2 × 5 10 minus 4 × -1 that is plus 4. So minus 2 × 14 that is minus 28. അപ്പോൾ 3/3 മെട്രിക്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്. അതെല്ലാം ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ, സെക്കൻഡ് കോളം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം സീറോസ് ഉള്ള റോയും കോളവും വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സാമ്പിൾ, ഇവാലുവേറ്റ് ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻറ്റ് 2 4 -1 2. ഇങ്ങനെ ഇവിടെ ചെയ്യേണ്ടത് ഡിറ്റർമിനൻറ്റ് 2 4 -1 2ൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 2 മൈനസ് 4 × -1 which is equal to 2 2s are 4 plus 4 that is 8. അപ്പം ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് എത്ര കിട്ടി, 8 കിട്ടി. അടുത്തത് സെക്കൻഡ് എക്സാമ്പിൾ, അവിടെയും ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ്. ഡിറ്റർമിനൻറ്റ് x plus 1 x minus 1 x. ഇവിടെ നമുക്കൊരു വേരിയബിൾ ആണ് എലമെൻറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x × x മൈനസ് x plus 1 × x minus 1. x × x x² മൈനസ് ഇതിപ്പോൾ ഏത് ഫോമില, a + b × a - b ദറ്റ് ഈസ് a² - b². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x² - 1 പിന്നെ ബ്രാക്കറ്റ് ഇടുക. അപ്പോൾ x² ഓപ്പൺ ചെയ്യുമ്പോൾ x² മൈനസ് x² മൈനസ് ഓഫ് -1 ദറ്റ് ഈസ് +1. സോ ഈ x² ക്യാൻസലായി പോവും. പിന്നെ ആൻസർ എത്ര കിട്ടുന്നത്, 1. അപ്പം ഇതുപോലെയുള്ള വേരിയബിൾ എൻട്രീസ് എന്ന് പറയുന്നത് നമുക്ക് എലമെൻറ്റ് നമ്പേഴ്സ് മാത്രമായിരിക്കണമെന്നില്ല, ഫങ്ഷൻസും വരാം. എക്സാമ്പിൾ 3, ഇവാലുവേറ്റ് ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്ന ഡിറ്റർമിനൻ്റ് എന്നാണ് കേട്ടോ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 1 2 4 -1 3 0 4 1 0. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമം സീറോസ് ഉള്ള റോയും കോളം ഉണ്ടെന്ന് ആദ്യം നോക്കും. ഉണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് കോളത്തിൽ രണ്ട് എലമെൻറ്റ്സ് 0 ആണ്. അപ്പോൾ നമുക്ക് എലോങ് തേർഡ് കോളം എക്സ്പാൻഡ് ചെയ്യാം. എലോങ് C3 ആണ് ഇപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ സൈൻ വരുന്നത്, നമ്പേഴ്സിന് മുമ്പിലുള്ളൊരു സൈൻ നമ്മൾ പ്ലസ് മൈനസ് പ്ലസ് ഇടുമല്ലോ, അതൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്. ഇതിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ് വരുന്നത്, ഇത് ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. അപ്പോഴേക്കും ഈ എലമെൻ്റ് എന്ന് പറയുന്നത് A13, ഇത് A23, ഇത് A33. 4 എന്ന് പറയുന്നത് A13, 0 എന്ന് പറയുന്നത് A23, ഇവിടുത്തെ 0 എന്ന് പറയുന്നത് A33. അപ്പം 1 + 3 4 ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട്, ഈവൻ ആയതുകൊണ്ട് അവിടെ നമുക്ക് പോസിറ്റീവ് സൈൻ വരും. അപ്പം ഈ എലമെൻ്റ് എടുക്കും 4 എടുക്കുമ്പോഴേക്കും അതിന് മുമ്പിലുള്ള സൈൻ പ്ലസ് ആണ്. 2 + 3 5 ആയതുകൊണ്ട്, ഓഡ് നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ്. എഗെയിൻ 3 + 3 6 ആണ്, ഈവൻ നമ്പർ ആയതുകൊണ്ട് പോസിറ്റീവ്. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് എന്നാണ് നമ്മൾ എലോങ് C3 എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സൈൻ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, +4. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു, എലോങ് C3 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 4 × 4 വരുന്ന റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുന്ന റോയും കോളം നമ്മൾ കട്ട് ചെയ്തു. ബാക്കിയുള്ള എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 × 1 മൈനസ് 3 × 4 ദറ്റ് ഈസ് 12. 3 × 4 or 4 × -1 × 1 is -1 minus 3 × 4 12 is equal to 4 × -1 minus 12 that is -13. 4 × -13. So the answer is -52. അപ്പം എലോങ് C3 ചെയ്തപ്പോഴേക്കും ബാക്കി രണ്ട് എലമെൻറ്റ്സും ഇവിടെ നമുക്ക് 0 ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എഴുതാത്തത്. -0 × നമ്പർ വരും, +0 × നമ്പർ വരും. ഇവിടെ എലോങ് C3യിൽ ഈ 4 മാത്രമേ നോൺ സീറോ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി.
അപ്പം അത് മാക്സിമം സീറോസ് ഏത് റോയിലാണോ കോളത്തിലാണോ അതിനെ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത് എക്സാമ്പിൾ 4. എക്സാമ്പിൾ 4ൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവാലുവേറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു determinant 0 sin alpha minus cos alpha minus sin alpha 0 sin beta cos alpha minus sin beta 0. അപ്പോൾ ഇതിന് ഡിറ്റർമിനൻറ്റ് ഇപ്പോൾ എല്ലാ റോ എടുത്താലും കോളം എടുത്താലും എല്ലായിടത്തും ഓരോ 0 വീതമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഫസ്റ്റ് റോ തന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എല്ലാം R1 ഞാൻ ചെയ്യാൻ പോവാണ്. എല്ലാം R1 ചെയ്യുമ്പം ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് ഞാൻ R1 ആണ്. അപ്പം ഇവിടുത്തെ സൈൻ വരുന്ന പ്ലസ് മൈനസ് പ്ലസ് 0 ഇൻറ്റു 0 വരുന്ന റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻറ്റു 0 മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അതിൽ സൈൻ ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ സൈൻ സ്ക്വയർ ബീറ്റ എന്ന് എഴുതാം. 0 ഇൻറ്റു 0 പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ. സെക്കൻഡ് എലമെൻറ്റിന് മുമ്പിൽ നെഗറ്റീവ് സൈൻ വരും. സെക്കൻഡ് എലമെൻറ്റ് സൈൻ ആൽഫ. അപ്പോൾ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ ലൈ ചെയ്യുന്ന റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഇത് രണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0. സോ 0 മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ ബീറ്റ ഇൻറ്റു കോസ് ആൽഫ. നെക്സ്റ്റ് മൈനസ് കോസ് ആൽഫ. അതിന് ഓൾറെഡി നെഗറ്റീവ് സൈൻ ആണ്. അല്ലാതെ നമ്മൾ ijth പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് മൈനസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ ലൈ ചെയ്യുന്ന റോയും കോളോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ പ്ലസ് ആവും സൈൻ ആൽഫ സൈൻ ബീറ്റ മൈനസ് 0 ഇൻറ്റു കോസ് ആൽഫ ദറ്റ് ഈസ് 0. സോ ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി ഇവിടെ 0 ഇൻറ്റു ആയതുകൊണ്ട് അവിടെ 0 വരും. 0 മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ കോസ് ആൽഫ. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് അത് പ്ലസ് ആയി. പ്രോഡക്റ്റ് ആണ് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ. അതുപോലെ ഇവിടെയോ മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ. ഇനി നോക്കിയേ, ഈ രണ്ട് ടേം സെയിം ആണോ? സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ. ഇത് രണ്ടും സെയിം ടേം തന്നെയാണ്. അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പം ആൻസർ ഈസ് 0. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്കൊരു റിസൾട്ട് ഓർത്തിരിക്കാമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 1 മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. കാരണം ഈ തന്നിരിക്കുന്ന 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ എന്ന് പറയുന്ന ആ മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ജനറൽ ഫോം? ഒരു 3x3 സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് 0AB മൈനസ് A 0C മൈനസ് B മൈനസ് C 0. അതായത് ഈ മെയിൻ ഡയഗണൽ എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ എലമെൻറ്റ്സിന് തമ്മിലും പ്രത്യേകത എന്തുണ്ട്? അതായത് ഇവിടെ എന്താണോ നമ്പർ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. തിരിച്ചാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ A വന്നിട്ട് ഇവിടെ മൈനസ് A അങ്ങനെയും വരാം. പിന്നെ ഇവിടുത്തെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കിയാലും കണ്ടുപിടിക്കാം. ഇവിടെ ഏതാണോ നമ്പർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത്. അല്ലെ തിരിച്ച് ഇവിടെ B വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് B വരും. ലൈക്ലി ഇവിടെ C എടുത്തു കഴിയുമ്പോഴും അങ്ങനെ തന്നെ C മൈനസ് C ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഇവിടെ C വന്നിട്ട് ഇവിടെ മൈനസ് സിയും വരാം. അപ്പോൾ ഇതാണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് 0 ആയിരിക്കും. ബാക്കിയുള്ള ABC എന്ന് പറയുന്ന എലമെൻറ്റ്സും ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഡിഫറൻസിൽ ഡയഗണലായിട്ട് അതും അങ്ങനെ തന്നെ ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് ഇവിടെ കാണുമ്പോൾ അറിയാം. ഇവിടെ സൈൻ ആൽഫ, ഇവിടെ മൈനസ് സൈൻ ആൽഫ, ഇവിടെ മൈനസ് കോസ് ആൽഫ, ഇവിടെ പ്ലസ് കോസ് ആൽഫ, സൈൻ ബീറ്റ മൈനസ് സൈൻ ബീറ്റ, ഡയഗണൽ എൻട്രീസ് ഇവിടെ 0. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ അത് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഓഡ് ഓർഡർ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ 3/3 ആണ്. 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. എല്ലാ ഓഡ് നമ്പറിലുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് 0 ഇഫ് ഇറ്റ്സ് ഓർഡർ ഈസ് ഓഡ്. ഓർഡർ ഓഡ് നമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. ഓഡ് എന്ന് പറഞ്ഞാൽ 3/3 5/5 അങ്ങനത്തെ വരുന്ന മെട്രിക്സിൻ്റെ എല്ലാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ 0 എന്ന് എഴുതാം. അടുത്തത് എക്സാമ്പിൾ 5. ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ഡിറ്റർമിനൻറ്റ് 3x x1 ഈക്വൽ ടു 3 2 4 1. ഈ രണ്ട് ഡിറ്റർമിനൻസും ഈക്വൽ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെട്രിക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് മെട്രിക്സിൻ്റെ. ചിലരിത് ശ്രദ്ധിക്കാതെ മെട്രിക്സ് ആണോ ഡിറ്റർമിനൻ്റ് ആണോ എന്ന് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ആൻസർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക.
സോ ഡിറ്റർമിനൻറ്റ് 3x x1 is equal to എത്രയാണ് വരുന്നത് 3 into 1 3 minus x into x x square. അതുപോലെ സെക്കൻഡ് ഡിറ്റർമിനൻറ്റ് 3 2 4 1 അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ 3 into 1 3 minus 4 into 2 8 വരും. ഇവിടെ ആൻസർ നമുക്ക് -5 എന്ന് കിട്ടി. ഇനി എന്ത് ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 3 minus x square equal to -5 അല്ലെങ്കിൽ x square equal to ഈ എക്സ് സ്ക്വയറിന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അപ്പോൾ അത് പ്ലസ് എക്സ് സ്ക്വയർ ആവും. ഇതിങ്ങോട്ടേക്ക് വരുമ്പോൾ 8 ആവും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 ആണ്. ദെർഫോർ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? +or-2√2. 8 നമുക്ക് 2√2 എന്ന് എഴുതാം. എൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2√2 എന്ന് എഴുതാം. അതുപോലെ +or- രണ്ട് വാല്യൂ ഈ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. രണ്ടെണ്ണം +or- ഇട്ട് വേണം വാല്യൂസ് എഴുതാനായിട്ട്. അടുത്തതൊരു റിസൾട്ടാണ്. ആ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിളിലൂടെ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് എ എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 4 2 എന്ന് പറയുന്നൊരു മെട്രിക്സ്. വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് എ? ഡിറ്റർമിനൻ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 into 2 2 minus 8 that is -6. ഇനി 2 into a 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എലമെൻസിനെയും എങ്ങനെയാണ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്? എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 2 4 8 4. എയിലെ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് 2a? ഇനി ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ വരിക? 8 minus 32. 8 minus 32 ചെയ്യുമ്പോൾ കിട്ടുന്നത് -24. ഇനി ഇത് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് -6 ആയിരുന്നു. ഡിറ്റർമിനൻറ്റ് 2a എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ എഴുതിക്കൂടെ? ഡിറ്റർമിനൻറ്റ് 2a എന്ന് പറഞ്ഞാൽ -24 ആണ്. അതിനെ ഞാൻ 4 into -6 എന്ന് എഴുതുവാണ്. 4 into -6 എന്താ -24 ആണ് വരുന്നത്. ഇനി 4 എന്ന് പറഞ്ഞാൽ അതിനെ 2 square എന്ന് എഴുതാം. 2 square into -6. ഇവിടുത്തെ ഈ 2 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 2 എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റർമിനൻറ്റ് 2a 2ഉം ഈ പവർ വന്നിരിക്കുന്ന 2 എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ഓർഡറാണ്. എന്തായിരുന്നു ഈ മെട്രിക്സിൻ്റെ ഓർഡർ? ഒരു 2/2 മെട്രിക്സ് ആയിരുന്നു അല്ലേ? 2/2 മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ പോകുന്ന റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡിറ്റർമിനൻറ്റ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 square into ഡിറ്റർമിനൻറ്റ് a. ഹിയർ ഈ 2 എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ സപ്പോസ് അത് ഏത് കോൺസ്റ്റൻറ്റ്? ഇപ്പോൾ 3a ആണെങ്കിൽ 3 square into ഡിറ്റർമിനൻറ്റ് a വരും. 4a ആണെങ്കിൽ 4 square into ഡിറ്റർമിനൻറ്റ്. സോ ഞാനിപ്പോൾ അത് k ആയിട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പവർ വന്നിരിക്കുന്നത് എന്താണ്? ഓർഡർ. അപ്പോൾ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n, അതായത് n/n ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്. അതിൻ്റെ അകത്ത് കെ എ എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? k⁻n into ഡിറ്റർമിനൻറ്റ് എയോട് ഈക്വൽ ആയിരിക്കും. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് റിസൾട്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും ഇത് ചോദിച്ചു കാണാം. അതായത് ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ തരും, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റും ഉണ്ടാവും. ദെൻ ഡിറ്റർമിനൻറ്റ് കെ എ കണ്ടുപിടിക്കാനായിട്ട് എന്ത് റിസൾട്ട് യൂസ് ചെയ്താൽ മതി? k⁻n into ഡിറ്റർമിനൻറ്റ്. കെ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിൻ്റെ അകത്തെ കോൺസ്റ്റൻറ്റ്, n എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഓർഡറും. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. അടുത്തത് ഇനി എക്സസൈസ് ആണ്. അത് നല്ല ഈസി ആയിട്ടുള്ളൊരു എക്സസൈസാണ്. നിങ്ങൾ തന്നെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണെങ്കിലും അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.